പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ അലോഷ്യസ് കുളങ്ങര അച്ഛനെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അലോഷ്യസ് അച്ഛന്. പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കരിസ്മാറ്റിക് നവീകരണത്തിലുള്ള ഡെലിവറൻസിനെ കുറിച്ചും ഹീലിങ്ങിനെ കുറിച്ചും ഡോക്ടറേറ്റ് എടുത്ത് ഔദ്യോഗികമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് അച്ഛന്. അതുപോലെ അച്ഛൻ ഇന്ന് കേരളത്തിലുള്ള ലാറ്റിൻ ബിഷപ്പ് കോൺഫറൻസിൻ്റെ കീഴിലുള്ള വചന പ്രഘോഷണ സംഘത്തിൻ്റെ സെക്രട്ടറി സ്ഥാനവും ബഹുമാനപ്പെട്ട അലോഷ്യസ് അച്ഛനാണ് ഈ നാളുകളിൽ വഹിക്കുക. അദ്ദേഹം നമ്മുടെ അടുത്ത് കോഴിക്കോട് രൂപതാംഗമാണ്. അതിശക്തമായ രീതിയിൽ ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും അനേക വിദേശ രാജ്യങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അലോഷ്യസ് അച്ഛന്. നമുക്ക് രണ്ട് കരങ്ങളിൽ ശക്തമായി ഇടിച്ച് വലിയ സ്നേഹത്തോടെ വചനവേദിയിലേക്ക് നമുക്ക് അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. നല്ല സന്തോഷത്തോടെ പറഞ്ഞ് പ്രൈസ് ദ ലോർഡ്. വലതുകര ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശിക്കൊണ്ട് ഹല്ലേലൂയ. കരങ്ങളൊന്ന് നെഞ്ചത്ത് വെച്ച് ഹല്ലേലൂയ. ഈശോ ഈശോ അത്ഭുത ശക്തി ഹല്ലേലൂയ. ഈശോ ഈശോ ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, കർത്താവേ ആരാധന. യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ രാത്രിയിൽ ഷാലോം ശുശ്രൂഷയോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവ് ഈശോയെ, ഈ രാത്രിയിൽ അങ്ങയുടെ വലത് കരം നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവ് ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ, ഞങ്ങളുടെ പറമ്പിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളെയും അന്ധകാര ശക്തികളെയും പൈശാചിക പീഡകളെയും കർത്താവായ യേശുവിൻ്റെ അത്ഭുത നാമത്താൽ ഈ രാത്രിയിൽ എല്ലാ നെഗറ്റീവ് എനർജികള്, എല്ലാ ബാധകള്, എല്ലാ ദുരാത്മാക്കള്, വിഷാദത്തിൻ്റെ, നിരാശയുടെ, ഭയത്തിൻ്റെ, തകർച്ചകളുടെ, ഉയർച്ചയില്ലാത്ത അവസ്ഥകളുടെ, ആത്മഹത്യ പ്രവണതകള്, എല്ലാ ദുരാത്മാക്കള്, അപകടങ്ങള്, അസ്വസ്ഥതകള് കർത്താവായ യേശുവിൻ്റെ നാമത്താൽ ഈ അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തോട്, കൃപകളോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈശോയേ, ഒരൊറ്റ വിളി വിളിച്ച എൻ്റെ ഈശോയേ, ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തിന് അത്ഭുതം നടക്കട്ടെ. ബാധകള്, തിന്മകള്, രോഗങ്ങള്, ആസക്തികള് കർത്താവായ യേശുവിൻ്റെ നാമത്താൽ വിട്ടുപോകട്ടെ. ഇരുന്നു കൊണ്ട് തന്നെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ച് അച്ഛൻ്റെ പൗരോഹിത്യത്തോട് ചേർന്ന് നിന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ
ഇന്ന് രാത്രിയില് കർത്താവായ യേശുവിന്റെ നാമത്താല് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ ശാലോം ശുശ്രൂഷക ഭവനങ്ങളിലുള്ള സകലവിധ തിന്മകളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് പവർ. കർത്താവായ യേശുവിന്റെ നാമത്താൽ സകല തിന്മകൾ വിട്ടുപോകട്ടെ. എല്ലാവിധ കൂടോത്രങ്ങള്, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങള്, കണ്ണുവെക്കലുകള്, തിന്മയുടെ സ്വാധീനങ്ങള്, ഉറക്കമില്ലാത്ത അവസ്ഥകള്, ക്യാൻസറുകള്, അലർജി രോഗങ്ങള്, ലിവർ രോഗങ്ങള് കർത്താവായ യേശുവിന്റെ നാമത്താൽ അത്ഭുതകരമായിട്ട് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയ ശാലോം ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രിയില് ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ഇരുള്, ഇരുട്ട്, നിരാശ, അന്ധകാര ശക്തികളെല്ലാം in the name of Jesus are rebuked. I command every spirit of evil to depart from you. Bless the name of Jesus. Bless. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പാപം മാറി പോകട്ടെ, ഈശോയെ ശാപം നീങ്ങി പോകട്ടെ, പാപം മാറി പോകട്ടെ, എല്ലാ ജഡികാസക്തികളെ ബഹിഷ്കരിക്കുന്നു. നീങ്ങി പോകട്ടെ, വിടുതലുണ്ടാകട്ടെ, യേശുവേ വിടുതലുണ്ടാകട്ടെ. ഞങ്ങളുടെ വീട്, പറമ്പ്, അതിന്റെ 4 അതിരുകള്, 16 കോണുകളിൽ നിന്നെല്ലാം ശാപത്തിന്റെ കെട്ടുകളെ ബഹിഷ്കരിക്കപ്പെടട്ടെ. യേശുവേ, ഞങ്ങളുടെ കുഞ്ഞു മക്കളിലുള്ള എല്ലാ ബാധകളും ഒഴിഞ്ഞു പോകട്ടെ. അനുസരണക്കേടിന്റെ, അഹങ്കാരത്തിന്റെ, അലസതയുടെ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ എല്ലാവിധ ദുരാത്മാക്കൾ ഞങ്ങളുടെ മക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഈശോയെ ഭയമെല്ലാം മാറി പോകട്ടെ, നിരാശ നീങ്ങി പോകട്ടെ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഭയമെല്ലാം മാറി പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ എല്ലാ കാരണ ഭയങ്ങള്, എല്ലാ നിരാശകളെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു, ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ ശാസിക്കുന്നു, ക്യാൻസറിനെ ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. The name of Jesus, the name of my priesthood, the name of Jesus, the name of my priesthood, the name of the Holy Catholic Church. സകലവിധ തിന്മകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പറമ്പിൽ നിന്ന്, നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്ന്, തൊഴിൽ മേഖലകളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടട്ടെ. സകല ക്യാൻസർ, അലർജി, ലിവറിന്റെ രോഗങ്ങള്, വയറ്റിലെ മുഴകള് യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നല്ല സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഈശോ കഫർനാമിലേക്ക് വന്ന് സിനഗോഗിൽ പ്രവേശിച്ച് ഈശോ അവരെ പഠിപ്പിച്ചു. ഈശോ പഠിപ്പിക്കുന്നത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അത്ഭുതപ്പെടുകയാണ്. അവരത്ഭുതപ്പെട്ടത് ഇതുകൊണ്ടാണ്, ഇവൻ നിയമജ്ഞരെ പോലെയല്ല പഠിപ്പിക്കുന്നത്, അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിക്കുന്നത്. അധികാരമുള്ളവനെ പോലെ. യേശുനാമത്തിന്റെ ശക്തി നമുക്കറിയാം, ആ യേശുനാമത്തിന്റെ കൃപ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ആ അധികാരം എന്ന് പറയുന്ന ദൈവത്തിൽ നിന്ന് വരുന്ന അധികാരമാണ്.
നിയമജ്ഞർക്ക് കിട്ടിയത് മോശയിൽ നിന്നുള്ള അധികാരമാണ്. ഈശോ ദൈവത്തിൽ നിന്നുള്ള അധികാരം ഉപയോഗിച്ച് അവിടെ വചനം പ്രഘോഷിക്കുകയാണ്. ഈ സമയത്ത് അശുദ്ധാത്മാവ് ബാധ കൂടിയ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അയാൾ വിളിച്ചു പറഞ്ഞു, യേശുവേ, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത്? അശുദ്ധാത്മാവിന് മനസ്സിലായി ഈശോ ആരാന്ന്. അശുദ്ധാത്മാവ് പറഞ്ഞു, ഈശോയെ, നീ ആരാണെന്ന് എനിക്കറിയാം. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. ഉടനെ ഈശോ തൻ്റെ അധികാരം ഉപയോഗിച്ച് അവനെ ശാസിച്ചു. താച്ചി, അവനെ ശാസിച്ചു, നിശബ്ദനാക്, യേശി, അവനിൽ നിന്ന് പുറത്തു പോ. ഉടനെ അവനെ തള്ളിയിട്ട് ഈ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. ഈ അത്ഭുതം കണ്ട ജനങ്ങളെല്ലാം വിസ്മയിച്ചു. എന്തൊരു അധികാരമാണിത്! ബാധകൾ ഒഴിഞ്ഞു പോകുന്നു, തിന്മകൾ മാറിപ്പോകുന്നു, രോഗങ്ങൾ സുഖപ്പെടുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ഇതാ ഇവൻ അശുദ്ധാത്മാവിനോട് പോലും സാത്താനോട് പോലും കൽപ്പിക്കുന്നു. അവർ ഇവനെ അനുസരിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ഇന്ന് എടുക്കാൻ കാരണം, കുറെ നാളുകൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ഈ അനുഭവം ഇങ്ങനെയാണ്. ഇറ്റലിയിൽ നിന്ന് റോസ എന്ന് പറയുന്ന ഒരു 55-നും 60 വയസ്സിനും ഇടയിലുള്ള ഒരു സ്ത്രീ നമ്മുടെ കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നു. അവർ വന്നത് നമ്മുടെ ഒരു പാവപ്പെട്ട മലയാളി സിസ്റ്ററിൻ്റെ കൂടെയാണ്. നല്ല വിശുദ്ധയായ ഒരു മലയാളി സിസ്റ്റർ ഇങ്ങനെ നാട്ടിൽ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഈ റോസയും പറഞ്ഞു, ഞാനും വന്നോട്ടെ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, വന്നോളൂ. സിസ്റ്റർ ഇവിടെ വന്ന് സിസ്റ്ററിന് വാർഷിക ധ്യാനം കൂടണമായിരുന്നു. അങ്ങനെ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഈ റോസയുമായി വാർഷിക ധ്യാനം കൂടാൻ വേണ്ടി വന്നത് നമ്മുടെ കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിലാണ്. ഷാലോം ശുശ്രൂഷയോട് വളരെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ വർക്കിയച്ചൻ സ്ഥാപിച്ച വചനപ്രഘോഷണ മേഖലയിലൊക്കെ കേരളം, ലോകം മുഴുവനും വചനം പ്രഘോഷിക്കുന്ന MSMI സിസ്റ്റേഴ്സിൻ്റെ കൊളത്തുവയിലാണ് ഈ റോസ ധ്യാനം കൂടാൻ വേണ്ടി വന്നത്. നമുക്കറിയാം, അവിടെ നടക്കുന്നത് മലയാളത്തിലുള്ള ധ്യാനമാണ്. അപ്പോൾ അവിടെ മലയാളത്തിൽ വചനപ്രഘോഷണം നടക്കുമ്പോൾ ഈ റോസ ഈ സിസ്റ്ററിനോട് ചോദിക്കും. ഇപ്പം സിസ്റ്റർ തനിക്ക് പറ്റുന്ന രീതിയിൽ റോസയോട് ഇറ്റാലിയൻ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ നമുക്കറിയാം, അതിനൊരു പരിധിയുണ്ട്. അവിടെ ആ ധ്യാനത്തിൻ്റെ വലിയ ബഹളത്തിനിടയിൽ ഈ ട്രാൻസ്ലേഷൻ പുറകിലിരുന്ന് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അത് അത്ര വലിയ ഇഫക്റ്റീവ് ആവില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ റോസ പലപ്പോഴും ആ ധ്യാന ഹോളിൽ നിന്ന് എഴുന്നേറ്റ് ആ കൊളത്തുവയിൽ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും ഇങ്ങനെയൊക്കെ നടക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് ഇതൊരു വലിയൊരു സാക്ഷ്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഷാലോം മിനിസ്ട്രിയുടെ എല്ലാം, നമ്മുടെ ഷെവലിയർ ബെന്നി പുന്നത്തറ സാറിൻ്റെയും മാത്യു സാറിൻ്റെയൊക്കെ എല്ലാം ആധ്യാത്മിക പിതാവായിരുന്ന CJ വർക്കി അച്ഛനെ അടക്കം ചെയ്തിരിക്കുന്ന ആ ശവകൂടീരത്തിൻ്റെ അടുത്തേക്ക് വെറുതെ ഈ റോസയ്ക്ക് അറിയില്ല അവിടെ ആരാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആ അച്ഛൻ്റെ പ്രത്യേകത എന്താണ്, ഇതൊന്നും റോസയ്ക്ക് അറിയില്ല. റോസ വെറുതെ ഇങ്ങനെ പുറത്ത് നടക്കുന്ന സമയത്ത് അച്ഛൻ്റെ ആ കുഴിമാടത്തിൻ്റെ അടുത്തേക്ക് റോസ ചെല്ലുക. ഇവിടെ സംഭവിച്ചത്, ഈ റോസയ്ക്ക് അങ്ങോട്ട് പ്രവേശിക്കാനായില്ല എന്ന് മാത്രമല്ല, റോസയിൽ വലിയൊരു ബാധ കൂടിയതുപോലുള്ള ചേഷ്ടകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അലറാൻ തുടങ്ങി, കണ്ണുകൾ മാറി,
പല്ല് പുറത്തേക്ക് ചാടാൻ തുടങ്ങി. നമ്മൾ ബാധ കൂടിയ വ്യക്തികൾ എങ്ങനെ പെരുമാറുന്നു അതേപോലെ അലറാനും മുരളാനും ബഹളമുണ്ടാക്കാനും. ഒരു 4-5 പേര് അല്ലെങ്കിൽ അതിലധികം പേര് ഇവിടെ പിടിച്ചിട്ട് ഇവിടെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവരെല്ലാം കൊതറി അവരെല്ലാം ദൂരെ എറിയുന്ന തരത്തിലുള്ള അമാനുഷികമായിട്ടുള്ള ഒരു ബലം അവൾക്ക് കിട്ടുക. ഒരു എക്സ്ട്രാ ഓർഡിനറി ഫിനോമിനൻ, ഒരു അസാധാരണത്വം അവളിൽ പ്രകടമായി. അവിടെ സിസ്റ്റർമാർക്ക് ഭാഷ ഒരു പ്രശ്നമായതുകൊണ്ട് ഇവളെ നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ ഇവള് കിടന്ന് ഉരുളാനും ബഹളം വയ്ക്കാനും കണ്ണുകൾ തുറപ്പിക്കാനും മുഖം വളരെ വികൃതമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. ഇപ്പം ഏതൊരു സിസ്റ്റർ, ബഹുമാനപ്പെട്ട MSMI സിസ്റ്റർ, എനിക്ക് ഇറ്റാലിയൻ ഭാഷ അറിയാവുന്നത് കൊണ്ടും അതിന് ഈ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നത് കൊണ്ടും എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, അച്ഛാ ഒന്ന് സഹായിക്കാമോ? ഇപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ എൻ്റെ അടുത്തേക്ക് വിട്ടോ. വളരെ കഷ്ടപ്പെട്ടാണ് ഈ മലയാളി സിസ്റ്റർ ഈ റോസയെ കോഴിക്കോട് എൻ്റെ പള്ളിയിൽ കൊണ്ടുവന്നത്. റോസയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവളിൽ ഒരു ഇരുള് ബാധിച്ചിരിക്കുക, അവളിലൊരു ഇരുട്ട് ബാധിച്ചിരിക്കുക. നമുക്കറിയാം, നമുക്ക് തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, കടബാധ്യതകൾ, കല്യാണ തടസ്സങ്ങൾ, സംശയരോഗങ്ങൾ, വിഷാദങ്ങൾ, നിരാശ, ആത്മഹത്യ പ്രവണത, അങ്ങനെയുള്ള നമ്മുടെ മുഖം ഇരുണ്ടു പോകും, ഇരുള് ബാധിക്കും. ഇവളിലും ഇങ്ങനെ ഇരുള് ബാധിച്ചിരിക്കുക. നമുക്കറിയാലോ, ഒരു യൂറോപ്യൻ ആകുമ്പോൾ അവർ ഒത്തിരി വെളുത്ത ആൾക്കാരാ. പക്ഷെ ഇത് ആ വെളുത്ത ആൾക്കാരിൽ ഒരുതരം ഇരുള് ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഇവിടെ നേരെ കൊണ്ടുപോയത് പള്ളിയുടെ ഉള്ളിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുക. പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് ചെന്നപ്പോൾ നാം വായിച്ചു കേട്ട സിനഗോഗില് ഈശോ അധികാരത്തോടെ വചനം പ്രഘോഷിച്ചപ്പോൾ അവിടെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തി അലറിയതുപോലെ ഇവൾ ഈശോയുടെ മുൻപിലെത്തിയപ്പോൾ ഇവള് അലറുകയാണ്. ഇവൾ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രേത്തെ ഇന്ത്യാനോ, പ്രേത്തെ നേറോ എന്ന് പറഞ്ഞ കറുത്തച്ഛ, കറുത്ത ഇന്ത്യക്കാരൻ അച്ഛ, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? പറഞ്ഞ കത്തോലിക്ക സഭയിലെ പൗരോഹിത്യം കർത്താവ് യേശുവിൻ്റെ പൗരോഹിത്യമാണ്. ഞങ്ങൾ വൈദികർ പ്രാർത്ഥിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഈശോയെ എൻ്റെ കുറവുകളിലേക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ, എൻ്റെ ബലഹീനതകളിലേക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ, എൻ്റെ വചനപ്രഘോഷണത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ, എൻ്റെ ശുശ്രൂഷകളിലേക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. ഇത് കണ്ടാണ് ആ ബാധ അല്ലെങ്കിൽ ആ അശുദ്ധാത്മാവ് കൂടിയ വ്യക്തിയെ പോലെ പെരുമാറുന്ന റോസ എന്ന ഇറ്റലിക്കാരത്തി അവിടെ അലറിക്കൊണ്ട് പറയാ, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? അവിടെ ഈശോ എഴുന്നള്ളി ഇരിപ്പുണ്ട്. ഈശോയുടെ പൗരോഹിത്യമാണ് കത്തോലിക്ക സഭയുടെ പൗരോഹിത്യം എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ ഞാൻ ചില സമയത്ത് പ്രാർത്ഥിക്കാറുണ്ട്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് മൈ പ്രീസ്റ്റ്ഹുഡ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ റെപ്യൂഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തിന്മകളെ ശാസിക്കുന്നു. ആരുടെ അധികാരത്താലാ? യേശുവിൻ്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ അധികാരത്താൽ, പരിശുദ്ധ കുർബാനയുടെ അധികാരത്താൽ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ. ഐ കമാൻഡ് എവരി സ്പിരിറ്റ് ഓഫ് ഈവിൾ ടു ഡിപ്പാർട്ട് ഫ്രം യു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അനവധി പേർക്ക്, അത് കടബാധ്യതകളായാലും രോഗങ്ങളായാലും വിശ്വാസമില്ലാത്ത അവസ്ഥകളായാലും കല്യാണ തടസ്സങ്ങളായാലും, ആ ഇരുളിനെ ബന്ധിക്കാൻ, ശാസിക്കാൻ, ബഹിഷ്കരിക്കാൻ, ആട്ടിപ്പായിക്കാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിന് സാധിക്കും. അതിന് അധികാരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, അഭിഷേകത്തോടെ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ആ 4 അതിരുകളിൽ നിന്ന്, നമ്മുടെ 16 കോണിൽ നിന്ന് ഒരു സാത്താൻ അങ്ങോട്ട് വിട്ടുമാറണം. വേണോ വേണ്ടയോ? വേണം. അപ്പൊ നല്ല അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഈശോ ഈശോ,
അത്ഭുത ശക്തി. ഇങ്ങനെ പറയുമ്പോ തന്നെ ഉണ്ടല്ലോ, ഒരു 29 ഭവനങ്ങളുടെ വലിയ കടബാധ്യതകള്, ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകളുള്ള വ്യക്തികൾക്ക് കർത്താവ് വിടുതൽ കൊടുക്കുന്നതായിട്ട് കാണുക. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. ഈശോ തരുന്ന ഒരു വെളിപാടാണ്. 29 മക്കൾ നിലവിളിച്ച് ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ കോടികളുടെ കടങ്ങൾ എനിക്ക് കാണിച്ചു തന്നത്, സാംസന്റെ മേലിങ്ങനെ ചങ്ങല ഇട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ആ കയറ്, ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്ന കയറ് കരിഞ്ഞ ചണനൂൽ പോലെ ചിതറപ്പെടുന്നത് കാണുക. പറഞ്ഞ ഹല്ലേലൂയ. ഇതേപോലെ കടബാധ്യതകളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് മക്കൾക്ക് കർത്താവ് വിടുതൽ കൊടുക്കുക. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. ഒരു ക്യാൻസർ രോഗിയുടെ മേലെ കർത്താവ് കരങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരു മാരകമായ ക്യാൻസർ രോഗത്തെ, തൊണ്ടയുടെ ക്യാൻസർ രോഗത്തെയാണ് കർത്താവ് ഇപ്പോൾ തൊടുന്നതായിട്ട് കാണുന്നത്. യേശുനാമത്തിനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുനാമത്തിൻ്റെ ശക്തിയാൽ കർത്താവ് ക്യാൻസർ ബാധിച്ചിട്ടുള്ള അനേക രോഗികൾ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ആ ക്യാൻസർ രോഗിയുടെ ആ രോഗാണുവിൻ്റെ മേൽ അവിടുന്ന് കടന്നു ചെന്ന് ആ രോഗാണുക്കളെ ബന്ധിക്കട്ടെ, ശാസിക്കട്ടെ, ബഹിഷ്കരിക്കട്ടെ. In the name of Jesus, power. കർത്താവിന്റെ അത്ഭുത ശക്തി ലഭിക്കട്ടെ. ആമേൻ. പറഞ്ഞേ ആമേൻ. പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ റോസ ഇങ്ങനെ പാമ്പിനെ പോലെ ഇഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവളിലുള്ള ബാധ അങ്ങോട്ട് ശാസിച്ചു. ഞാൻ നേരത്തെ ഈശോ ഉപയോഗിച്ച അതേ ഫോർമുല മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 21 മുതൽ 28 വരെയുള്ള വാക്യത്തിൽ ഈശോ ശാസിച്ചു, അശുദ്ധാത്മാവിനോട് പറഞ്ഞു പുറത്തു പോ പുറത്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, അശുദ്ധാത്മാവ് പുറത്തു പോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോയുടെ നാമത്തിൽ പറയുന്ന സാക്ഷ്യമാണ്. അത്രയും നേരം അലറിക്കൊണ്ടിരുന്ന റോസ ഒരു മാലാഖയെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ ശാന്തയാകുകയും അവളിലെ ബാധിച്ച ഇരുള് വിട്ടുപോകുകയും ചെയ്തു. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പം നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് നമ്മുടെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്. ഒരുപക്ഷെ റോസയെ പോലെ നമ്മൾ ചേഷ്ടകൾ കാണിക്കുന്നില്ലെങ്കിലും ഒന്ന് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ, കടബാധ്യതകൾ, നിരാശ, ആത്മഹത്യ പ്രവണതകൾ, ആഗ്രഹിക്കുന്ന പോലെ മക്കൾ വളരാത്ത അവസ്ഥകൾ, പഠന തടസ്സങ്ങൾ, പരീക്ഷ എഴുതിയിട്ട് വിജയിക്കാത്ത അവസ്ഥകൾ, നിരന്തരമായ രോഗങ്ങൾ, വഴക്കുകൾ, കലഹത്തിൻ്റെ ദുരാത്മാക്കൾ, വെറുപ്പിൻ്റെ ദുരാത്മാക്കൾ, കല്യാണ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ. പിന്നെ പലപ്പോഴും നമ്മൾ പറയും ദൈവമേ ഈ ശാപം ഒന്ന് വിട്ടുപോയിരുന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചു എല്ലാ ശാപങ്ങളും വിട്ടുമാറട്ടെ. നിയമാവർത്തന പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് ശാപങ്ങൾ നമ്മുടെ മേൽ വരുന്നതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. 27-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പഠിപ്പിക്കും, നിങ്ങൾ സത്യദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ. ഈ അടുത്തൊരു ഒരു അമ്മ വന്ന് പറഞ്ഞു, അച്ഛാ എൻ്റെ മകള് മിടുമിടിക്കുകയാണ് അച്ഛാ, അവള് രൂപതയിൽ കാറ്റഗിസത്തിന് റാങ്ക് വാങ്ങിച്ചവളാണ് അച്ഛാ, പക്ഷെ അവൾക്ക് ഒരു ചീത്ത കൂട്ടുകെട്ടുണ്ട്, അവൾക്ക് അവനെ മതി അച്ഛാ, അവൾക്ക് അതുകൊണ്ട് അവര് കല്യാണം കഴിക്കാൻ പോകുക. ഇങ്ങനെ കാറ്റഗിസം പഠിച്ച് അവര് റാങ്ക് വാങ്ങിച്ച് എന്നിട്ട് കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യദേവന്മാരുടെ ആരാധനയ്ക്ക് പിന്നീട് കാരണമാകാൻ സാധ്യതയുള്ള മേഖലകളിൽ ചെന്ന് പെട്ടുപോകുമ്പോൾ ഈ ഇരുള് നമ്മുടെ ഭവനങ്ങളിൽ തലമുറ അതാണ് വിഗ്രഹാരാധന, കൂടോത്രങ്ങള്, മന്ത്രവാദങ്ങള്, ആഭിചാരങ്ങള്, ക്ഷുദ്രപ്രയോഗങ്ങള്, മോതിരങ്ങള്. ദൈവത്തെ മറന്ന് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സാത്താൻ സേവകള്, എനർജികളുടെ പിന്നാലെ പോകുമ്പോൾ തലമുറകളിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ അപ്രത്യക്ഷമാകും, അഭിഷേകം അപ്രത്യക്ഷമാകും.
അതുകൊണ്ടാണ് പൗലോസ്ലിഹ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നോൺ സ്പെഞ്ഞെത്തൊലോ സ്പിരിത്വ സാന്തോ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയല്ലേ. മാതാപിതാക്കളെ നിന്ദിക്കുന്നത്, അപമാനിക്കുന്നത്, ദേഷിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, നിരപരാധികളെ, വിധവകളെ, നമ്മളെക്കാൾ ബലമില്ലാത്തവരെ ദ്രോഹിക്കുന്നത്, അയൽക്കാരൻ്റെ അതിരുകല്ല് തോണ്ടുന്നത്, നമ്മുടെ ശാപങ്ങൾ കടന്നു വരുന്ന മേഖലകളാണ്. രക്തബന്ധങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ജഡികമായ ആസക്തികൾക്ക് അടിമപ്പെടുന്നത്, പരദൂഷണം പറയുന്നത്, കൊലപാതകം നടത്തുന്നത്, കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നത്, ഇത് വരുമ്പോൾ ശാപം വന്ന് ഇങ്ങനെ തലമുറ ഈ ബാധ വന്ന് നമ്മുടെ കുടുംബങ്ങൾ വന്നങ്ങോട്ട് ബാധിക്കും. ഇതിൻ്റെ ഫലമായി എന്ത് സംഭവിക്കും? നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ വിട്ടുമാറാത്ത അസ്വസ്ഥതകൾ, നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് വിഷം അങ്ങോട്ട് കയറും. അപ്പൊ ഇന്ന് ഈ നൈറ്റ് വിജിലൂടെ, ഈ രാത്രിയിലുള്ള ഈ ജാഗരണ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഇത്തരത്തിലുള്ള വിഷത്തെ, അതാ ഒരിക്കലും ഒരു മനുഷ്യനൊരു യാത്ര പോകുക, ഇയാളിങ്ങനെ നടന്ന് ഇയാളങ്ങ് ക്ഷീണിച്ച് കിടന്നങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങിയത് ഇയാൾ വാ പൊളിച്ച് കിടന്ന ഉറങ്ങിയത്. ഇതൊരു കഥയാണ്. ആ കഥയിൽ ഒരു വിഷപ്പാമ്പ് ഇയാളുടെ ഉള്ളിലേക്ക് കയറിയ, നേരം വെളുത്തപ്പോൾ ഇയാളുടെ ഉള്ളിൽ വിഷപ്പാമ്പ. ഇതേപോലെയാണ് ദൈവത്തെ മറന്ന്, മാതാപിതാക്കളെ മറന്ന്, സമൂഹത്തെ മറന്ന്, കൂടോത്രങ്ങൾക്ക്, മന്ത്രവാദങ്ങൾക്ക്, ആഭിചാരങ്ങൾക്ക്, മറ്റുള്ളവരെ ദ്രോഹിച്ച്, അഹങ്കരിച്ച്, തലക്കനത്തോടെ ദൈവത്തെ മറന്ന്, ദൈവത്തെ ദേഷിച്ച്, പ്രാർത്ഥന ഉപേക്ഷിച്ച്, കുമ്പസാരം ഉപേക്ഷിച്ച് കിടക്കുമ്പോൾ ഈ വിഷപ്പാമ്പ് ഉള്ളിൽ വരും. പിന്നെ കിടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, എല്ലാ തകർച്ചകൾ നേരിടുന്നു. ഇത് നമ്മുടെ ബൈബിള് വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങളാ. തകർച്ചകൾ നേരിടും. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ പാമ്പ് കയറിയ മനുഷ്യൻ എല്ലാ ആശുപത്രികളിലും പോയി, ആയുർവേദം കാണിച്ചു, അലോപ്പതി കാണിച്ചു, ഹോമിയോ കാണിച്ചു, എന്നിട്ട് ഇയാളെ അസ്വസ്ഥത വിട്ടുമാറുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വചനത്തില് ഒരു മനുഷ്യൻ ഇങ്ങനെ ശവകുടീരങ്ങളുടെ ഇടയിൽ കിടക്കുന്ന അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു യുവാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവനെ ബന്ധിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അവനെ ബന്ധിച്ചിരുന്ന ചങ്ങലകളെല്ലാം, കാരണം അവനിലുള്ള ആ അസാധാരണമായ അമാനുഷിക നെഗറ്റീവ് എനർജി വരുമ്പോൾ, മദ്യപാനത്തിലൂടെ, മയക്കുമരുന്നിലൂടെ, മാനസിക രോഗത്തിൻ്റെ, ബാധകൂടലിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഈ ചങ്ങലകൾ പെട്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർ, ആർക്കും ഇവനെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. കാരണം ദൈവത്തെ മറന്നവനാണ്, ദൈവം വേണ്ട എന്ന് വെച്ചവനാണ്. അവിടെ ആർക്കും അവനെ സുഖപ്പെടുത്താൻ സാധിച്ചില്ല. ആ സമയത്ത് ഈശോയ്ക്ക് മനസ്സിലായി, ഇവൻ ഇത്തരത്തിൽ പെരുമാറാൻ കാരണം, അല്ലേ, നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ പാത്രം എറിഞ്ഞൊടിക്കല്, വാതില് വലിച്ചടക്കല്, ടി വി തല്ലി പൊട്ടിക്കല്, ഗ്ലാസ് എറിഞ്ഞുടക്കല്, പാതിരയ്ക്ക് കടന്നു വരല്, അനുസരണക്കേട്, ഏതു നേരം ടി വി, ഏതു നേരം കമ്പ്യൂട്ടർ, ഏതു നേരം മൊബൈൽ ഫോണ്, യൂട്യൂബ്, വാട്സപ്പ്, ഉപദേശിച്ച് മടുത്തിട്ടും ഇവനിൽ നിന്ന് അത് വിട്ടുമാറുന്നില്ല. ഈശോയ്ക്ക് മനസ്സിലായി, ഇവൻ ഇത്തരത്തിൽ പെരുമാറാൻ കാരണം ഇവനെ ബാധിച്ചിരിക്കുന്ന അശുദ്ധ ശക്തിയാണെന്ന് കണ്ട് ആ മകനെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, അശുദ്ധാത്മാവേ, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, ഈ മകനെ വിട്ട് പുറത്തു പോകുക. പറഞ്ഞേ ആമേൻ. എല്ലാരും പറഞ്ഞേ ആമേൻ. നമ്മളെ ബാധിച്ചിരിക്കുന്ന സകല തിന്മകൾ ഇപ്പോൾ വിട്ടുപോകട്ടെ. പറഞ്ഞേ ആമേൻ. എല്ലാ ദുഷ്ടാരൂപികൾ വിട്ടുപോകട്ടെ, കടബാധ്യതകൾ വിട്ടുപോകട്ടെ, മന്ദതകൾ വിട്ടുപോകട്ടെ, നെഗറ്റീവ് എനർജികൾ വിട്ടുമാറട്ടെ, ആത്മഹത്യ പ്രവണതകൾ വിട്ടുപോകട്ടെ, ദുർമരണങ്ങൾ വിട്ടുപോകട്ടെ, സാമ്പത്തിക തകർച്ചകൾ വിട്ടുപോകട്ടെ, പഠന വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ, ജഡികാസക്തികൾ വിട്ടുപോകട്ടെ, തഴക്കദോഷങ്ങൾ വിട്ടുപോകട്ടെ, സ്വയംഭോഗാസക്തികൾ വിട്ടുപോകട്ടെ, സ്വവർഗഭോഗ ആസക്തികൾ വിട്ടുപോകട്ടെ, വിഗ്രഹാരാധന ആസക്തികൾ വിട്ടുപോകട്ടെ, പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ, എൻ്റെ പറമ്പിൽ നിന്ന് വിട്ടുപോകട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ, കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ, അവരുടെ സ്വഭാവ രൂപീകരണങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ,
വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കരങ്ങൾ തലയിൽ വെച്ച് പറഞ്ഞ ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചത്ത് വെച്ച് പറഞ്ഞ ഹല്ലേലൂയ. 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 ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ബാധിച്ച നെഗറ്റീവ് എനർജികള്, നമ്മളെ ബാധിച്ച ആത്മീയ പ്രശ്നങ്ങള്, വിശ്വാസക്കുറവുകള്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകള്, നമ്മുടെ ശാരീരികമായ ബന്ധനങ്ങള്, നിരന്തരമായ രോഗപീഠകള്, നിരന്തരമായ തളർച്ചകള്, നമ്മുടെ വൈകാരിക മേഖലയിലുള്ള പ്രശ്നങ്ങള്, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, തോറ്റുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഈ ബന്ധനങ്ങളെ സുവിശേഷത്തിന്റെ വെളിച്ചത്തില്, വചനത്തിന്റെ വെളിച്ചത്തില്, യേശുനാമത്തിന്റെ ശക്തിയാൽ ആ ഇരുട്ടിനെ ബന്ധിച്ച് വിടുതൽ പ്രാപിക്കാനായിട്ട് ഈ രാത്രിയിൽ സാധിക്കട്ടെ. പറഞ്ഞേ ആമേൻ. എന്തിന്റെ ശക്തിയിലാണ്? വചനത്തിന്റെ ശക്തിയാൽ. പറഞ്ഞേ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ. പറഞ്ഞേ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ. പറഞ്ഞേ വചന പ്രഘോഷണത്തിന്റെ ശക്തിയാൽ. പറഞ്ഞേ കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ വിട്ടുമാറട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വചനത്തില് ഈശോ ഒരു നഗരത്തിലെത്തി ജനങ്ങളുടെ അടുത്തേക്ക് വരിക. അപ്പോൾ ഒരപ്പൻ ഈശോയുടെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, ഈശോയെ, എൻ്റെ മകൻ ഒരു അപസ്മാര രോഗിയാണ്. അവനിങ്ങനെ വീഴുകയും അവൻ്റെ വായിൽ നിന്ന് നൊരയും പതയും വരികയും അവനിങ്ങനെ ചേഷ്ടകൾ കാണിക്കുകയും, എൻ്റെ ഈശോയെ, അവനെ ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ ആ ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ സാധിച്ചില്ല. ഉടനെ ഈശോ പറഞ്ഞു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എന്തുകൊണ്ട് നിങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല? കർത്താവ് പഠിപ്പിച്ച ശിഷ്യന്മാരെ കുറിച്ചാ. എന്നിട്ട് ഈശോ ആ ബാലനെ നോക്കിയിട്ട് പറഞ്ഞു, അവൻ്റെ മേലുള്ള അശുദ്ധാത്മാവിനെ ശാസിച്ചു. വചനം പറയുകയാണ്, അപ്പോൾ തന്നെ അവനെ ബാധിച്ച അപസ്മാര രോഗം അവന് വിട്ടുപോയി. നമുക്കറിയാം, അപസ്മാര രോഗം അല്ലെങ്കിൽ ചുഴലി വളരെ ദയനീയം. അത് പല മാതാപിതാക്കളും നിലവിളിക്കുക. തങ്ങളുടെ മക്കളെ ഇത് ബാധിക്കുമ്പോൾ ഇത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അവരുടെ കല്യാണ തടസ്സങ്ങൾ, ഇവർക്ക് വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ, ആകെ വീട്ടിലൊരു അസ്വസ്ഥതയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ അപ്പൻ നിലവിളിച്ചുകൊണ്ട് ഇതിനൊരു പ്രതിവിധിക്ക് വേണ്ടി ഈശോയുടെ അടുത്തേക്ക് വന്നത്. എന്നാൽ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, ഇത് നമ്മുടെ ഞരമ്പുകളുടെ ക്രമരാഹിത്യത്തിൽ വരുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ഇത് വരുമ്പോൾ ആ രോഗി നിലത്ത് വീഴുകയും വായിൽ നിന്ന് നൊരയും പതയും വരികയും അങ്ങനെ ഒരു രോഗാവസ്ഥയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ശിഷ്യന്മാർക്കുണ്ടായതുപോലുള്ള ഒരവസ്ഥ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലുണ്ടായി. ഒരു ദിവസം ഞാനിങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അനേകം പേരുടെ ഒരു ശുശ്രൂഷയാണ്. ഇപ്പോൾ ഒരമ്മ ഒരു മകളെ താങ്ങി പിടിച്ചോണ്ട് വരിക. ഈ അമ്മ വന്ന് അവരിങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവൾക്കിങ്ങനെ അപസ്മാരം ഇളകി അവൾ അവിടെ വീണു. വളരെ നമുക്ക് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള വികൃതമായ, എനിക്കത് വിവരിക്കാനാവാത്ത തരത്തിലുള്ള വികൃതമായ ഒരു മുഖവും, കാരണം അവളിൽ അത്ര ആ ഭസ്മാരം അതിൻ്റെ മൂർധന്യത്തിലാണ്. അലറുന്ന സ്വരവും നൊരയും പതയും ഒക്കെ പുറത്തേക്ക് വന്ന് നമുക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ.
ആൾക്കാരൊക്കെ വട്ടം കൂടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഒരല്പം ആശ്വാസം കിട്ടി. ഈ അമ്മ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛൻ 37 വർഷമായിട്ട് എൻ്റെ മകളിൽ ഈ രോഗമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 15 തവണയിലധികം വീഴും. അപ്പൊ ഈ അമ്മ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ കൂടോത്രങ്ങൾ ചെയ്തു. ഇനി ഏറ്റവും അവസാനമാണ് യേശുവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. യേശുവിന് സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ അമ്മ ഇങ്ങനെ പറയാം, അച്ഛാ ആ ഈശോനെ കൊണ്ട് എൻ്റെ മോളെ സുഖപ്പെടുത്താമോ? ഒരു പ്രായമായ അമ്മ. എന്നിട്ട് അവർ പറയാ, അച്ഛാ ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ മകളുടെ കല്യാണം നടത്തണം. അപ്പൊ ഇങ്ങനെ 37 വർഷമായിട്ട് അപസ്മാരം ബാധിച്ച് ഒരു ദിവസം തന്നെ 15ലധികം തവണ വീഴുന്ന ഒരു രോഗിയുടെ ഒരു മുഖം, അവർ കഴിക്കുന്ന മരുന്നുകളുടെയൊക്കെ ഇതുമൂലം ആ ശരീരമൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. മുഖമൊക്കെ ഇങ്ങനെ വീർത്ത് നിരന്തരം മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാ. ഏകദേശം 2 വർഷക്കാലം ഇവര് വരും, സൗഖ്യം കിട്ടാത്ത അവസ്ഥ. ചിലപ്പോൾ താൽക്കാലികമായ സൗഖ്യം കിട്ടും, ചിലപ്പോൾ അത് മാറും. ആൾക്കാരുടെ ഇടയിൽ വെച്ചപ്പോൾ എനിക്കാകെ സങ്കടമായി. ദൈവമേ, 2 വർഷത്തിലധികം ശിഷ്യന്മാരുടെ അവസ്ഥയായിരുന്നു എനിക്ക്. പ്രാർത്ഥിച്ചിട്ടും വിട്ടുമാറുന്നില്ല. കുറച്ച് ആശ്വാസമൊക്കെ വരും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവര് പിന്നീട് വേറെ ഒരിടത്തും പോകാതെ യേശുവിനെ അന്വേഷിച്ച് വരിക. ഒരു ദിവസം ശുശ്രൂഷയുടെ സമയത്ത് ഈ പെൺകുട്ടിക്ക് ഈ പറയുന്ന രോഗാവസ്ഥ വരികയും മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഇവൾ അലറുകയും ചെയ്തു. അന്ന് രാവിലെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്ന് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ രോഗീനെയാണ് എൻ്റെ മനസ്സിലേക്ക് കർത്താവ് കാണിച്ചു തന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, 2 വർഷമായിട്ട് അപ്പോസ്തലന്മാരുടെ അനുഭവമാണല്ലോ എനിക്ക്, എന്തൊരു നാണക്കേടാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ ഈശോയെ, എൻ്റെ കൃപയെ ബലപ്പെടുത്തണമേ, എൻ്റെ പൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തണമേ. ഞാനിങ്ങനെ എൻ്റെ കർത്താവെ, നിൻ്റെ ആത്മാവിന്, പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ. എൻ്റെ കുറവുകളിലേക്ക്, എൻ്റെ ബലഹീനതകളിലേക്ക്, എൻ്റെ പോരായ്മകളിലേക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. അന്ന് രാവിലെ ഈശോയോട് ഞാൻ അപ്രകാരം പ്രാർത്ഥിച്ചു. ആ ദിവസമാണ് ഇവൾക്ക് ഈ രോഗം മൂർച്ഛിച്ച് ഇവള് വീണ്. അന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഇരുട്ട് അവിടെ മുഖത്ത് എനിക്ക് കാണാൻ സാധിച്ചു. പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അഭിഷേകം അന്ന് ആ ശുശ്രൂഷയിൽ ഈശോ തരിക. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അപ്പോൾ എനിക്ക് ബോധ്യമായി ഇന്ന് കർത്താവ് എന്തോ പ്രവർത്തിക്കാൻ പോകുക. കഴിഞ്ഞ 2 വർഷമായിട്ട് ശിഷ്യന്മാരെ പോലെ തലകുമ്പിട്ട് നിന്ന ഞാൻ അന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അഭിഷേകത്തില് യേശുവിൻ്റെ നാമത്തില് അതേ ഫോർമുല, ഈശോ ഉപയോഗിച്ച ഫോർമുല ഉപയോഗിച്ച് അവളിലുള്ള ആ രോഗാവസ്ഥയെ ശാസിച്ചു, ആ രോഗാവസ്ഥയെ ബന്ധിച്ചു, ആ രോഗാവസ്ഥയെ ബഹിഷ്കരിച്ചു. In the name of Jesus, power. മക്കളൊന്ന് കരങ്ങളടിച്ച് ഈശോയ്ക്ക്. ഈശോ 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 37 വർഷമായിട്ട് പഴക്കമുണ്ടായിരുന്ന അവളുടെ ആ ഒരു രോഗാവസ്ഥയെ, അവളിലുള്ള ആ ചേഷ്ടകള്, അവളിലുള്ള ആ ബാധകള്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ആ നിമിഷം അവളെ എടുത്തു മാറ്റി. അവളെ കല്യാണം കഴിക്കാൻ തരത്തില് അവളെ ശരീരം ക്രമപ്പെടുകയും, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വചനം പറയുമ്പോൾ അവൾ വിവാഹം കഴിക്കുകയും അവൾ ആഗ്രഹിച്ച തരത്തിലുള്ള കല്യാണ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരികയും ചെയ്തു. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 4 ദിക്കുകളിൽ നിന്നും നമ്മളെ തളർത്തുന്ന രീതിയിൽ നെഗറ്റീവ് എനർജികൾ ഈ ലോകത്ത് പ്രബലപ്പെടും. ആ പഴയ പാമ്പ്, ആ സർപ്പം ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചിങ്ങനെ നടക്കുക. ഏത് കുടുംബത്തെ കൊത്തണം. ഇപ്പം എല്ലാവരുടെ കയ്യിലൊക്കെ ഫോൺ ഉള്ളത് കൊണ്ട് ഒരു മിസ്ഡ് കോള് മതി. ഏത് കുടുംബത്തിലേക്ക് കടന്നു വരാം. കുടുംബ തകർച്ച, സംശയരോഗങ്ങള്, കലഹങ്ങള്,
ആത്മഹത്യകള്, ദുർമരണങ്ങള്, കൊലപാതകങ്ങള്. മോശയുടെ ജീവിതം, മോശ ഇസ്രയേൽ ജനത്തെയുമായിട്ട് മുന്നോട്ട് പോകുക, ചെങ്കടൽ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 3 ദിവസമായി അവർ യാത്ര ചെയ്യുക. ഷൂർ മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. 3 ദിവസമായിട്ട് ഒരല്പം വെള്ളം പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. ദാഹജലം കിട്ടാതെ വിഷമിക്കുക. ഈ സമയത്ത് ജനങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങി. ജനങ്ങൾ ദൈവത്തെ ദേഷിക്കാൻ തുടങ്ങി. നമുക്കറിയാം 3 ദിവസമായിട്ട് ഒരല്പം വെള്ളം കിട്ടാതെ വിഷമിക്കുക. ഏകദേശം 6 ലക്ഷത്തോളം ജനങ്ങളാണ് മോശയെ അനുഗമിക്കുന്നത്. അപ്പോഴാണ് മാറ എന്ന സ്ഥലത്ത് വരികയും, നമുക്കൊക്കെ അറിയുന്ന വചനഭാഗമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ. ആ മാറ എന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടെ ജലം കാണുക. വെള്ളം കൊണ്ട് ഇവർ ആർത്തിയോടെ ഓടിച്ചെന്ന്, ദൈവമേ, നമ്മൾ ഇതേപോലെയാണ്. നമ്മൾ പിന്നെ മരവിപ്പ് ബാധിക്കുമ്പോൾ ഒരല്പം അഭിഷേകം കിട്ടാൻ, ഒരല്പം വചനം കിട്ടാൻ, ഒരല്പം കൃപ കിട്ടാൻ, ഒരല്പം ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടാൻ, സ്നേഹം കിട്ടാൻ, ഒരു നല്ല വാക്ക് കിട്ടാൻ ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ ദൈവജനം ആഗ്രഹിച്ച് ആർത്തിയോടെ വെള്ളമെടുത്ത് അങ്ങോട്ട് വായിലേക്ക് എടുത്തതും അവരങ്ങോട്ട് തുപ്പിക്കളഞ്ഞു. തുപ്പിക്കളഞ്ഞു. കാരണം അത് മലിനജലമായിരുന്നു, കയ്പ് നിറഞ്ഞതായിരുന്നു. നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമുക്ക് ആരോഗ്യം ഉണ്ടായിട്ടും പെട്ടെന്ന് മരണപ്പെടുന്ന വ്യക്തികളില്ലേ? മക്കളുണ്ടായിട്ട് അവരെ കൊണ്ട് ഉപകാരമില്ലാത്ത മാതാപിതാക്കളില്ലേ? സമ്പത്തുണ്ടായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ? അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ഉണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പലരും പിറുപിറുക്കും, അസ്വസ്ഥരാകും. ഈ സമയത്ത് മോശ ചെയ്തത്, ഈ 4 ദിക്കുകളിൽ നിന്ന് ശത്രുക്കൾ വരുമ്പോൾ, പഞ്ഞം, പട, വസന്ത, ഈ മാരകമായ രോഗങ്ങൾ, അസ്വസ്ഥതകൾ, ശത്രുക്കൾ, പട്ടിണി, തകർച്ചകൾ വരുമ്പോൾ ഇസ്രയേൽ ജനത്തിൻ്റെ ലീഡർ മോശ 2 കരങ്ങൾ ഉയർത്തി, നമ്മുടെ അമ്മമാരെ പോലെ, അമ്മമാരെ തിരുഹൃദയത്തിൻ്റെ മുൻപിലേക്ക് പിടിക്കില്ലേ? നമ്മുടെ അമ്മമാർ, ഞാൻ റോമിലേക്ക് പഠിക്കാൻ പോയ സമയത്ത് ആരോ എൻ്റെ അമ്മയോട് പറഞ്ഞു, എടോ ചേട്ടത്തി, ഇനിയാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, അവിടെ ഇങ്ങനെ മദാമ്മമാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവിടെ പഠിക്കാൻ പോയി കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവര്, അപ്പം നമ്മുടെ അമ്മമാർ ഒരിക്കൽ കൂടെ എൻ്റെ ഈശോയേ എന്ന് പറഞ്ഞ് തിരുഹൃദയത്തിൻ്റെ മുൻപിലേക്ക് 2 കരങ്ങൾ അങ്ങോട്ട് ഉയർത്തിപ്പിടിക്കും. അപ്പോഴാ കുടുംബത്തിൽ, ആ പുരോഹിതനിൽ ഒരു കറയും വരാതിരിക്കാനായിട്ട് ദൈവം തൻ്റെ കാവൽ മാലാഖമാരെ അയച്ചു കൊടുക്കും. ഗബ്രിയേൽ മാലാഖയെ അയച്ചു കൊടുക്കും. മുഖ്യദൂതന മിഖേലിനെ അയച്ചു കൊടുക്കും. മിഖേൽ മാലാഖ വരുന്നത് എങ്ങനെയാ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് വരുന്നത്. ഇടിമിന്നലിൻ്റെ കളറുള്ള വാളുമായിട്ടാണ് മിഖേൽ മാലാഖ നമുക്ക് കാവലിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മദ്യപാനത്തെ ഓടിക്കാൻ, മയക്കുമരുന്നിനെ ഓടിക്കാൻ, പൈശാചിക ശക്തികളെ ഓടിക്കാൻ, രോഗങ്ങളെ ഓടിക്കാൻ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ ഈശോയേ എന്ന് നീട്ടി വിളിക്കുമ്പോൾ, ഒന്ന് വിളിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒറ്റ വിളിച്ച്, എൻ്റെ ഈശോയേ, ഒരിക്കൽ കൂടെ വിളിച്ച്, എൻ്റെ ഈശോയേ, ബാധകൾ ഒഴിഞ്ഞു പോകാൻ വിളിച്ച്, രോഗങ്ങൾ വിട്ടുപോകാൻ വിളിച്ച്, സ്ഥലക്കച്ചവട തടസ്സങ്ങൾ വിട്ടുപോകാൻ വിളിച്ച്, കല്യാണ തടസ്സങ്ങൾ വിട്ടുപോകാൻ വിളിച്ച്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ വിട്ടുപോകാൻ വിളിച്ച്, ശത്രുക്കൾ വിട്ടുപോകാൻ വിളിച്ച്. പറഞ്ഞേ ആമേൻ, പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ അവസ്ഥയിൽ മോശക്കരങ്ങൾ, കാരണം അവരുടെ ജീവിതം കയ്പ് നിറഞ്ഞതാ, അവരുടെ ജീവിതം മലിനമാ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാറുണ്ട്. തഴക്കദോഷങ്ങൾ, നുണ പറയുമ്പോൾ, കുറ്റം പറയുമ്പോൾ, സ്വയംഭോഗത്തിന് അടിമപ്പെടുമ്പോൾ, സ്വവർഗഭോഗത്തിന് അടിമപ്പെടുമ്പോൾ, ജഡികാസക്തികൾക്ക് അടിമപ്പെടുമ്പോൾ, മദ്യപാനത്തിന് അടിമപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം മലിനമാക്കപ്പെടുക, കയ്പ് നിറഞ്ഞതായിട്ട് മാറുക. ഇതിന് വിടുതൽ കിട്ടാൻ, ഡെലിവറൻസ് കിട്ടാൻ മോശ കരങ്ങൾ ഉയർത്തി ദൈവമേ എന്നൊരൊറ്റ വിളിയ.
ഇപ്പൊ ദൈവം അവിടെ ഇടപെടുക. ദൈവം ഇടപെട്ട് ഒരു ആയുർവേദ ഫോർമുല തന്നെ പഠിപ്പിക്കുക. മോനെ മോശ, ദാ അവിടെ കിടക്കുന്ന തടിക്കഷ്ണം എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടോ. ശരിക്കു പറഞ്ഞാൽ പുതിയ നിയമത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ്. കർത്താവായ യേശുവിൻ്റെ ക്രൂശിത മരത്തിന്, ക്രൂശിത ആ രൂപത്തിന് വിടുതൽ നൽകാൻ കഴിവുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുക. ആ തടിക്കഷ്ണം ഇട്ടതോടുകൂടി ആ വെള്ളം ശുദ്ധമാക്കപ്പെടുക. കർത്താവായ യേശുവിൻ്റെ ക്രൂശിത സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ആ കുരിശുമരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ അസ്വസ്ഥതകൾ വിട്ടുമാറിയ, നിരാശ വിട്ടുമാറിയ, അകാരണ ഭയങ്ങൾ വിട്ടുമാറിയ. കാരണം എൻ്റെ കൂടെ കർത്താവുണ്ട് എന്ന വലിയ ഒരു ബോധ്യമാണ്. എൻ്റെ കൂടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ടല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനു ഭയപ്പെടണം? നീ എന്തിനു അസ്വസ്ഥനാകണം? മോശയോട് ദൈവം പറഞ്ഞു, മോശ ഇസ്രായേൽ ജനത്തിനോട് പറ, നിങ്ങള് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണം. ഡെലിവറൻസ് കിട്ടാനുള്ള ഫോർമുല, കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ നല്ലത് പ്രവർത്തിക്കണം, അവൻ്റെ ചട്ടങ്ങൾ പാലിക്കണം, ചട്ടങ്ങൾ പാലിക്കണം, ദൈവ കൽപ്പനകൾ അനുസരിക്കണം. പൗലോസ്ലീഹ പറയും, പകലിന് യോജിച്ച വിധത്തിൽ നീ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം, അഭിഷേകമുള്ളവരായി മാറണം, പരിശുദ്ധാത്മാവിൽ നിറയണം. അവിടെ മോശയോട് ദൈവം പറഞ്ഞു, അപ്പോൾ ഈജിപ്തിൻ്റെ മേൽ വന്ന മഹാമാരികളൊന്നും നിന്റെ മേൽ സംഭവിക്കില്ല. പുറപ്പാടിന്റെ പുസ്തകം 15:26 മുതലുള്ള വചനങ്ങളാ. നീ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നല്ലതുപോലെ ജീവിച്ചാൽ, നന്മതിന്മകളെ വിവേചിച്ച് തിന്മ ഉപേക്ഷിച്ച് നന്മയുടെ വക്താക്കളായിട്ട് നീ മാറിയാൽ, പരിശുദ്ധാത്മാവിൽ നീ നിറഞ്ഞാൽ, തുറവിയോടെ, എളിമയോടെ, വിശുദ്ധിയോടെ, അഭിഷേകത്തോടെ നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ മേലെ മഹാമാരികൾ വരില്ല, തഴക്കദോഷങ്ങൾ വരില്ല. കാരണം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമായി ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പൊ നാം ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഈ ബാധകള്, അല്ലെങ്കിൽ ഈ തടസ്സങ്ങള്, ഈ ബന്ധനങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങള്, കടബാധ്യതകള്, എന്തൊക്കെ ചെയ്തിട്ട് ഉയർച്ചയില്ലാത്ത അവസ്ഥ, നിരന്തരമായ രോഗപീഠകള്. നാം ധ്യാനിക്കണം, ഇത് കർത്താവിൻ്റെ സ്വരം ഞാൻ ശ്രദ്ധാപൂർവം ശ്രവിക്കാത്തത് കൊണ്ടാണോ? പുറപ്പാട് പഠിപ്പിക്കുന്നതാ. കർത്താവിൻ്റെ ചട്ടങ്ങള് എൻ്റെ കുടുംബം പാലിക്കാത്തത് കൊണ്ടാണോ? നാം ധ്യാനിക്കണം. കർത്താവിൻ്റെ കൽപ്പനകള് നാം പാലിക്കാത്തത് കൊണ്ടാണോ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഈ തിന്മകൾ പെരുകാൻ, ഈ തടസ്സങ്ങൾ ഉണ്ടാകാൻ കാരണങ്ങൾ എന്താണെന്ന് അറിയാമോ? എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ഈ ബാധകൾ പെരുകാൻ, നമ്മൾ അതിനെ അടിമപ്പെടാൻ, അശുദ്ധാത്മാക്കൾ നമ്മളിൽ പ്രബലപ്പെടാൻ, ദുഷ്ടാരൂപികൾ നമ്മളിൽ പ്രബലപ്പെടാൻ, ജെറമ്യാ പറയുക, എൻ്റെ ദൈവജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ഒന്ന്, ജീവജലത്തിന്റെ ഉറവിടമായ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. ഇതാണ് നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ സംഭവിച്ചത്. ദൈവത്തിനേക്കാൾ പ്രാധാന്യം അവരുടെ മൊബൈൽ ഫോണിന്, അവരുടെ യൂട്യൂബിന്, അവരുടെ ഇന്റർനെറ്റിന്, ദൈവത്തേക്കാൾ പ്രാധാന്യം അവരുടെ കാമുകന്, അവരുടെ കാമുകിക്ക്, ദൈവത്തേക്കാൾ ഉപരി അവരുടെ സുഖത്തിന്, എൻ്റെ സുഖം, എൻ്റെ സുഖം, ഞാൻ ഞാൻ ഞാൻ. ഇതിന്റെ ഫലമായിട്ട് അതുകൊണ്ട് നാം ധ്യാനിക്കണം. ഇതുകൊണ്ടാണ് കർത്താവിൻ്റെ രക്ഷാകരമായ അനുഭവം നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഭവേദ്യമാകാത്തത്. ജെറമ്യാ പറയാ, 2 തിന്മകൾ. ഒന്നാണ് ജീവജലത്തിന്റെ ഉറവിടമായ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. രണ്ടാമത്തേത്, ഈ ജീവജലം നിറക്കേണ്ട ആ ഹൃദയം പൊട്ടക്കിണറാക്കി മാറ്റി. പൊട്ടക്കിണറ്റിൽ വെള്ളം നിൽക്കുവോ? ഇല്ല. അപ്പൊ കൃപകളും വരങ്ങളും ഇപ്പൊ നമ്മുടെ കത്തോലിക്ക സഭയുടെ വീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ, മാമോദീസയിലൂടെ
കുമ്പസാരത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, പ്രാർത്ഥന കൂട്ടായ്മകളിലൂടെ, കരിസ്മാറ്റിക് കൂട്ടായ്മകളിലൂടെ നമുക്ക് ലഭിക്കേണ്ട കൃപകളും വരങ്ങളും അഭിഷേകവും നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്നില്ല. കാരണം എന്താ? അവിടെ പൊട്ടക്കിണറ. അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഈ കൃപകൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മളെ ബന്ധനങ്ങളിലേക്ക് കൊണ്ടുവരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങോട്ട് വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാത്രിയിൽ നാം തീരുമാനം എടുക്കണം, അവനെ അനുഗമിക്കാനായി ബോധപൂർവം ഒരു തെരഞ്ഞെടുപ്പ്, ഡെലിവറൻസ് കിട്ടാൻ നമ്മളിന്ന് ആഗ്രഹിക്കുക. ഈ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ, ഈ അച്ഛൻ്റെ കൃപയിലൂടെ എൻ്റെ കുടുംബത്തെ ബാധിച്ച തിന്മകൾ വിട്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മളെ ബാധിച്ച വൈകാരിക, ആത്മീയ, ശാരീരികമായ പ്രശ്നങ്ങൾ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഫോർമുലയാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് 1000 വട്ടം ആർത്തട്ടഹസിക്കലല്ല, അവനെ ഞാൻ അനുഗമിക്കുമെന്ന് ബോധപൂർവം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ, ഇരുളിൻ്റെ വഴികളിലൂടെയുള്ള സഞ്ചാരം അവസാനിപ്പിച്ച, അത് ബോധപൂർവം പരിത്യജിക്കണം. ചില തിന്മകൾ, സ്വയംഭോഗത്തെ, സ്വവർഗഭോഗത്തെ, മദ്യപാനത്തെ, മയക്കുമരുന്നിനെ, ചീത്ത കൂട്ടുകെട്ടുകളെ ബോധപൂർവം പരിത്യജിക്കണം. യേശുനാമത്തിൻ്റെ ശക്തിയാൽ ഞാൻ മദ്യത്തെ ഉപേക്ഷിക്കുന്നു, ഞാൻ ചീത്തക്കൂട്, എൻ്റെ കുടുംബത്തിന് യോജിക്കാത്ത, എൻ്റെ സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ വിലങ്ങുതടിയായിരിക്കുന്ന ബന്ധങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കണം. എൻ്റെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം, എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കണം. ഇപ്പോഴാണ് വചനം പറയുന്നത്, അപ്പോൾ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അവിടെ പൈശാചിക ശക്തികൾ പ്രബലപ്പെടില്ല, അവിടെ തിന്മയുടെ സ്വാധീനങ്ങൾ പ്രബലപ്പെടില്ല. നിങ്ങളുടെ മകനോ മകളോ ഏത് നാട്ടിൽ പോയി പഠിച്ചോട്ടെ, അവിടെ തിന്മകൾ പ്രബലപ്പെടില്ല, ഒരു ദുഷ്ടാരൂപിയും പ്രബലപ്പെടില്ല. കാരണം കർത്താവായ യേശുവിനെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വചനം പറയുകയാണ്. ഈ മലകൾ കടന്നുപോയേക്കാം, ലോകം കടന്നുപോയേക്കാം, എന്നാലും കർത്താവിൻ്റെ വചനം എന്നും നിലനിൽക്കും. മക്കളെ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. നീൽ ലൊസാനോ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര പണ്ഡിതൻ 5 താക്കോലുകൾ അവതരിപ്പിക്കുകയാണ് ഡെലിവറൻസ് കിട്ടാനായിട്ട്. 5 താക്കോലുകൾ. അതിൽ ഒന്നാമത്തെ താക്കോല് അനുദപിക്കുക. ഒരു നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കലഹത്തിൻ്റെ ദുരാത്മാവുണ്ട്, ഒരു തകർച്ചയുണ്ട്. ആദ്യത്തെ താക്കോലെടുത്ത് ഉപയോഗിക്കണം, അനുദപിക്കുക. വചനം പറയുകയാണ്, അനുദപിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ളൊരു കുമ്പസാരമല്ല. നന്നായിട്ട് നിലവിളിച്ച്, കരഞ്ഞ് നിലവിളിച്ച് ഒരു അനുതാപത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന മാരകമായ രോഗങ്ങളായാലും ശരി, മാരകമായ ബാധകളായാലും ശരി, കർത്താവ് ഈശോ എടുത്തു മാറ്റുമെന്നുള്ളത് അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഒരു ആത്മവിശ്വാസം, അച്ഛൻ്റെ ശുശ്രൂഷയുടെ ഒരു ധൈര്യമാണ്. അതാണ് ഒരു നല്ല കുമ്പസാരം. സാധാരണ കുമ്പസാരമല്ല, നല്ലൊരു കുമ്പസാരത്തിലൂടെ അനുതാപത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുക. രണ്ടാമത്തേത് ക്ഷമ എന്ന താക്കോലാണ്. ക്ഷമിക്കുക ഡെലിവറൻസിൻ്റെ രണ്ടാമത്തെ താക്കോല. നമ്മളെ ദ്രോഹിച്ചവരോട്, നമ്മളെ ഒറ്റപ്പെടുത്തിയവരോട്, നമ്മളെ കുറ്റപ്പെടുത്തിയവരോട്, നമ്മളെ താഴ്ത്തിക്കെട്ടിയവരോട്
ക്ഷമിക്കുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ആരൊക്കെ ഏതൊക്കെ ധ്യാനം കൂടി ശക്തമായ തീരുമാനം എടുക്കുന്ന ആ നിമിഷം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് കടന്നു വരും. കൊച്ചുമേത്തിവച്ചൻ ഒരു സംഭവം പറഞ്ഞത് എങ്ങനെയാണ്, ഒരു സഹോദരി അവരുടെ പേര് ചീത്തയാക്കി അവരുടെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, എടാ നിന്റെ ഭാര്യ ഒരു അന്യ പുരുഷനോടുകൂടി കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ആ ഭർത്താവ് ഇവിടെ വന്ന് ദ്രോഹിച്ച് ഇവളെ വേണ്ട എന്ന് വെച്ച്, കാരണം ഈ വ്യക്തി അവളിൽ നിന്ന് അവളുമായിട്ടൊരു ചീത്ത ബന്ധം ആഗ്രഹിച്ച് നല്ല ക്രിസ്ത്യാനിയായ നല്ല ഭാര്യയായ ആ വ്യക്തി ആ ചീത്ത ബന്ധത്തിന് സമ്മതിക്കാതിരുന്നപ്പോൾ ഈ ദുരാത്മാവ്, ഈ പരദൂഷണം പറയൽ ദുരാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ആ ദുരാത്മാവ് അവനിൽ ആവസിച്ച്, അങ്ങനെ ജഡികാസക്തി എന്ന് പറയുന്ന ദുരാത്മാവ അന്യൻ്റെ ഭാര്യയെ മോഹിക്കുമ്പോൾ ആ ഒരു ദുരാത്മാവ് അവനിലേക്ക് കടന്നു വരിക. ആ ദുരാത്മാവ് ബാധിച്ച് അവളുമായിട്ട് വ്യഭിചാരം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവള് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അൾത്താരയുടെ മുൻപിൽ വെച്ചാണ് തൻ്റെ ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കേണ്ടത്. ഈശോ എങ്ങനെ സഭയെ സ്നേഹിച്ചുവോ അപ്രകാരമാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കേണ്ടത്. ഈശോ സ്നേഹിച്ചത് ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കിക്കൊണ്ടാണെന്ന തിരിച്ചറിവ് കൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിക്കില്ല. അങ്ങനെ തീരുമാനമെടുത്ത് ആ പാപപ്രേരണയുടെ പിന്നാലെ മുഖം തിരിച്ച് നിന്നപ്പോൾ ഒരുപാട് പീഡകൾ അനുഭവിക്കേണ്ടിയിട്ട് വരിക. ആ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച വ്യക്തി ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, എടാ നിന്റെ ഭാര്യ വേറൊരു പുരുഷന്റെ കൂടെ കിടക്കുന്നത് ഞാൻ കണ്ടു. ഈ വ്യക്തിയാണ് കൊച്ചുമാത്യു അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അച്ഛാ ഇതാ ഞാനിങ്ങനെ നിരാശപ്പെട്ടിരിക്കുക. കാരണം ഇങ്ങനെ വരുമ്പോൾ നിരാശ വരും. ഈ നിരാശ വരുമ്പോൾ സാത്താൻ എന്ത് ചെയ്യും? ആത്മഹത്യ പ്രേരണ കൊടുക്കും. മാത്രമല്ല കൊലപാതകത്തിൻ്റെ പ്രേരണയും കൊടുക്കും. അതാണ് ഈ ദുഷ്ടാരൂപി കടന്നു വന്നാൽ. ഈ വ്യക്തി അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി, എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും. കണ്ടോ, കണ്ടു നോക്കിക്കോ, കൊലപാതകത്തിൻ്റെ ദുരാത്മാവ് അതാണ് പിശാച് ബാധിച്ച. ഞാനും ആത്മഹത്യ ചെയ്യും. കൊച്ചുവേദ്യച്ചൻ പറഞ്ഞു, മോളെ നിനക്കൊരു ഡെലിവറൻസ് വേണോ? അവള് പറഞ്ഞു, വേണോ അച്ഛാ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതാകും, എൻ്റെ മക്കൾ ഇല്ലാതാകും, എനിക്കൊരു ഡെലിവറൻസ് വേണം. അച്ഛൻ പറഞ്ഞു, മോളെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുടുംബം തകർത്ത, നിന്നെ ഒറ്റപ്പെടുത്തിയ, നിന്നെ പാപിയായി മുദ്രകുത്തിയ, നിന്നെ വ്യഭിചാരിണിയാക്കിയ അവനോട് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ? അവള് പറഞ്ഞു, ഇല്ലച്ചാ, എൻ്റെ കുടുംബം തകർത്തവനോട് എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വ്യഭിചാരിണിയാക്കിയവളോട് എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? പക്ഷേ ഈശോയ്ക്കൊന്നും അസാധ്യമല്ല. പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അവൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവളുടെ മേൽ ഇറങ്ങി വന്നു. അവളെ ബാധിച്ചിരുന്ന നിരാശയുടെ, ആത്മഹത്യയുടെ, കൊലപാതകത്തിൻ്റെ, ഭയത്തിൻ്റെ, ദുരാത്മാവിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചിതറപ്പെട്ടു. പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവളെ ബലപ്പെടുത്തിയാണ് ക്ഷമിക്കാനുള്ള വരം കൊടുത്തു. ആ നിമിഷം മുതൽ അവൾക്കൊരു ബലം കിട്ടിയ, അവൾക്കൊരു പവർ കിട്ടിയ, ഇനി ആരാണേലും സാരമില്ല, ഞാൻ ജീവിക്കും. അവളെ നേരെ ധ്യാനം കഴിഞ്ഞ് ഓടി അവളെ ദ്രോഹിച്ച വ്യക്തിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എൻ്റെ കുടുംബം തകർത്തവളാ, നിങ്ങൾ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വ്യഭിചാരിണിയാക്കിയവളാണ്, എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരാ, രണ്ടാമത്തെ താക്കോല് ക്ഷമിക്കട്ടെ. അമ്മയോട്, അപ്പനോട്, അമ്മായിയമ്മയോട്, അയൽവാസികളോട്, ബന്ധുക്കളോട്, സഹോദരങ്ങളോട്, ദ്രോഹിച്ചവരോട്, പറ്റിച്ചവരോട് അങ്ങോട്ട് ക്ഷമിക്കുമ്പോൾ കർത്താവിൻ്റെ വിടുതലിൻ്റെ അത്ഭുതകരം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ വിളിച്ചേ, എൻ്റെ ഈശോയെ ഈ രാത്രിയില് ക്ഷമിക്കാനുള്ള കഴിവ് തന്ന് കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ.
ഡെലിവറൻസിന് കാരണമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ബന്ധനം അഴിക്കണമേ പരിശുദ്ധാത്മാവേ. പാടിക്കേ. ബന്ധനം അഴിയട്ടെ പരിശുദ്ധാത്മാവേ. പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വന്ന് നിറയുമ്പോൾ ആ ബന്ധനങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളെല്ലാം വിട്ടുപോകും. മൂന്നാമത്തെ താക്കോലാണ് യേശു നാമത്തില് നമ്മളിലുള്ള തഴക്കദോഷങ്ങളെ പരിത്യജിക്കുക. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചായിരുന്നു. അതായത് ഒരു തിന്മ നമ്മളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ, ഉദാഹരണത്തിന് സ്വയംഭോഗം, മദ്യപാനം, മയക്കുമരുന്ന്, ചീത്ത കൂട്ടുകെട്ട്, നുണ പറയുന്ന സ്വഭാവം, കുറ്റം പറയുന്ന സ്വഭാവം, തീരുമാനം യേശു നാമത്തിൽ ഞാനത് ഉപേക്ഷിക്കുന്നു, പരിത്യജിക്കുക. യേശു നാമത്തിൽ ആ ചീത്ത ബന്ധം ഞാൻ ഉപേക്ഷിക്കുന്നു. യേശു നാമത്തിൽ എൻ്റെ ആ തഴക്കദോഷത്തെ, ആ നുണ പറച്ചില്, ആ സ്വയംഭോഗ ആസക്തി, ആ മദ്യപാനത്തിൻ്റെ ആസക്തി, ഒരു ഡെലിവറൻസ് ആഗ്രഹം ഉണ്ടെങ്കിൽ കടബാധ്യതകൾ വിട്ടുമാറാൻ, തിന്മകൾ വിട്ടുമാറാൻ, ചങ്ങലകൾ പൊട്ടിച്ചെതറാൻ യേശു നാമത്തിൽ അങ്ങോട്ട് പരിത്യജിച്ച് നമ്മളിലുള്ള നെഗറ്റീവ് എനർജികളെ, അപ്പോൾ തന്നെ ഈ ബാധകൾ അങ്ങോട്ട് ഒഴിഞ്ഞു പോകും. ഇതാണ് മൂന്നാമത്തെ താക്കോല. പിന്നെ നാലാമത്തെ താക്കോല് യേശു നാമത്തില് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുക. ക്യാൻസർ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. അലർജി രോഗങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ഒരമ്മ മകന്റെ അലർജി രോഗം മാറാൻ അവന്റെ തലയിൽ കവിവെച്ച് യേശു നാമത്തിൽ എൻ്റെ മോൻ്റെ അലർജി രോഗം വിട്ടുമാറട്ടെ. യേശു നാമത്തിന്റെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. അനവധിയായ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. മരണക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തികൾ പോലും യേശുവിന്റെ നാമത്തിൽ നിന്നെ ബാധിച്ച ഈ രോഗം വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, കരങ്ങളടിച്ച് ആ സാക്ഷ്യങ്ങൾ പറയാൻ സമയമില്ല. അപ്പൊ അവിടെ അത്ഭുതം നടക്കുക. ഈശോ എന്ന് പറയണ ശക്തി, അത് സ്വർഗം നൽകിയ പേരാ, സ്വർഗം നൽകിയ വാക്കാ. അതങ്ങോട്ട് ഉപയോഗിക്കണം. ഓരോ ക്രിസ്ത്യാനി നിരന്തരമായി യേശുനാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഡെലിവറൻസ് കിട്ടുമെന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാര്, ആധ്യാത്മിക പിതാക്കന്മാര്, വിശുദ്ധ ബെനഡിക്റ്റ്, മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസ്, മലമുകളിലെ വിശുദ്ധ സിൽവസ്റ്റർ, അയർലൻഡിലെ വിശുദ്ധ പാട്രിക്, ഇവർക്കെല്ലാം ഡെലിവറൻസ് ചെയ്യുന്ന പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസ്, ഇവരൊക്കെ ഡെലിവറൻസിന്റെ സഭയുടെ, പ്രത്യേകിച്ച് ആദിമ ക്രൈസ്തവ സഭയുടെ കാലഘട്ടത്തിൽ ഇത് നമ്മുടെ പാരമ്പര്യത്തിൽ സഭ ഉപയോഗിച്ച മന്ത്രങ്ങളാ. യേശുനാമം. അഞ്ചാമത്തേത് പിതാവായ ദൈവത്തോട് ആബാ പിതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കല്. ദൈവമേ, പിതാവേ, കരുണയായിരിക്കണമേ. ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ച ഫൗസ്തീന പുണ്യവതിക്ക് ഈശോ നേരിട്ട് വന്ന് പറഞ്ഞില്ലേ, ഈ ലോകത്തിനാവശ്യം പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മക്കളെ, പിതാവായ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ എഴുന്നള്ളി വരും. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, കർത്താവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മകൾ അഴിയട്ടെ, മദ്യപാനം അഴിയട്ടെ, മാനസിക രോഗം വിട്ടുമാറട്ടെ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഇപ്പോഴ് കിടപ്പ് രോഗികളുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു ചെന്ന് തളർന്ന് കിടക്കുന്ന അനേക വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. 171 പേര് കിടപ്പ് രോഗികളുടെ മേൽ കർത്താവായ യേശുവിന്റെ അത്ഭുതകരം ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. ഒരൊറ്റ വിളി വിളിച്ച് ഈശോയെ
sangue d'acqua scaturisce cuore di Gesù come sorgente della misericordia per noi. Io confido in te Gesù. കർത്താവേ നിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം കൊടുക്കണമേ യേശുവേ, നിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം കൊടുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ഇപ്പോഴ് 1000-ഓളം വിദ്യാർത്ഥികളെ കാണിച്ചു തരികയാണ്. 1000-ഓളം വിദ്യാർത്ഥികളുടെ മേൽ നിന്ന് പഠന വൈകല്യങ്ങൾ, അലസത, പഠന തടസ്സങ്ങള്, അവരുടെ അഹങ്കാരങ്ങള്, സ്വാർത്ഥത, അവരുടെ ജഡികാസക്തികള്, 1000-ഓളം 1000-ലധികം വിദ്യാർത്ഥികളുടെ മേൽ നിന്ന് എല്ലാ ബാധകള്, അവരുടെ ഉയർച്ചയെ, അവരുടെ ഭക്തിയെ, അവരുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ ദുഷ്ടാരൂപികളെ ഈ രാത്രിയിൽ കർത്താവായ യേശുവിന്റെ അത്ഭുത നാമത്താൽ ഇപ്പോൾ തന്നെ ആ മക്കളുടെ മേലുള്ള എല്ലാ തിന്മകൾ വിട്ടുമാറട്ടെ. പഠിക്കാനുള്ള ബുദ്ധി, ജ്ഞാനം, അറിവ്, വിവേകം, ഓർമ്മശക്തി, ആത്മധൈര്യം, ആത്മവിശ്വാസമൊക്കെ കൊടുത്ത് യേശുവേ ഞങ്ങളുടെ മക്കളുടെ മേൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലത് കാല് രോഗബാധിച്ച വ്യക്തികളെ കർത്താവ് കാണിച്ചു തരിക. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, പറഞ്ഞ കർത്താവ് ഈശോയെ, അവിടെ നിന്നാണ് ഏറ്റവും വലിയ ഡോക്ടർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വലത് കാലില് രോഗബാധയുള്ള എല്ലാ മക്കളെയും ഇവിടെയുള്ളവരെയും TV-യിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് വലത് കാലില് പരിക്ക് പറ്റി വ്രണങ്ങൾ ബാധിച്ച് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവശരായിരിക്കുന്ന എല്ലാ മക്കളുടെ മേല് കർത്താവായ യേശുവേ നിന്റെ നാമത്തിന്റെ ശക്തിയാ, നിന്റെ അത്ഭുത ശക്തിയാ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാ ഇപ്പോൾ ഇപ്പോൾ സൗഖ്യം ലഭിക്കട്ടെ. ആമേൻ. ഒരൊറ്റ വിളി വിളിച്ച ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാഴ്ചക്കുറവുള്ള 17 പേരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. യേശുവേ 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 യേശുവേ. ആവേ ആവേ എൻ്റെ അമ്മേ മാതാവേ ജീസസ്. കരങ്ങളൊന്ന് വീശിക്കൊണ്ട് ആവേ ആവേ. അമ്മേ മാതാവേ ആരാധനയിലേക്ക് ഇറങ്ങി വരണമേ. അമ്മ ഈ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. സാത്താൻ ഇടം കൊടുക്കാത്ത പരിശുദ്ധ അമ്മേ, ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ കൃപ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരുന്ന പരിശുദ്ധ അമ്മേ, ഈ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. അനേക വ്യക്തികൾക്ക് സൗഖ്യം കൊടുക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി.